മലയാളത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ കവിയാണ് ONV കുറുപ്പ്. ഇടക്കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശേഷം ONV സജീവമാവുകയാണ്. സ്വരലയയുടെ നേതൃത്വത്തിൽ സംഘികളുടെ നോട്ടപ്പുള്ളിയായ ഗുലാം അലിയെ കേരളത്തിലേക്ക് എത്തിച്ച് ആദരിക്കുകയാണ് ONVയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകർ. അസഹിഷ്ണുതയ്ക്കെതിരായ പോരാട്ടം എന്ന നിലയിലാണ് അവശതയ്ക്കിടയിലും ONV കുറുപ്പ് തന്റെ ഇടപെടലിനെ കാണുന്നത്. മഹാനായ ഹിന്ദി കവി കബീർ ദാസിന്റെ മരണത്തെ തുടർന്നുണ്ടായ സംഭവത്തെ ONV ഓർത്തെടുക്കുന്നതും ഈ സാഹചര്യത്തിലാണ്. കബീർ മരിച്ചപ്പോൾ കബീറിൻ്റെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വേണമെന്ന് ഹിന്ദുക്കളും ഞങ്ങൾക്ക് വേണമെന്ന് മുസ്ലിങ്ങളും കൂടെ തർക്കിച്ചു. കാരണം കബീർ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് കബീറിനോട് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. നേരെ മറിച്ച് കബീർ മുസ്ലിമാണെന്ന് അവരും ഹിന്ദുവാണെന്ന് അവരും അവകാശപ്പെട്ടു. ഈ അവകാശത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ കബീറിന് ഈ വ്യത്യാസമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഹിന്ദു ഗായകരും മുസ്ലിം ഗായകരും ഒരുപോലെ പാടുമായിരുന്നു. അവസാനം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആർക്കായിരിക്കും അങ്ങയുടെ മൃതശരീരം കൊണ്ടുപോകാൻ അവകാശമെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ മരിച്ചു കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് അവിടെ നോക്കിക്കോളാം. അദ്ദേഹം ആരെങ്കിലും നിയോഗിച്ചിരിക്കാം. എങ്കിലും ആരോ ആ ഡെഡ് ബോഡി പുതപ്പിച്ചിട്ട് അടുത്ത ദിവസം ചെന്ന് നോക്കിയപ്പോൾ കുറേ മുല്ലപ്പൂ മാത്രം അവിടെ കിടക്കുന്നു. അവസാനം അത് പങ്കുവെച്ച് ഹിന്ദുക്കളൊരു ഭാഗവും മുസ്ലിങ്ങൾ ഒരു ഭാഗവും കൊണ്ടുപോയി. സഹിഷ്ണുതയുടെ കഥ പറയുമ്പോഴും ONV നർമ്മം പൂർണ്ണമായും വിട്ടുകളയുന്നില്ല. അത് തൻ്റെ പേരിടൽ വൈദഗ്ധ്യം ഓർത്തുകൊണ്ടാണ്. കവികളിലെ പേരിടൽ വിദഗ്ധൻ കൂടിയായ ONV ആണത്രേ പണ്ട് തലസ്ഥാനത്തുള്ള ശാന്തി കവാടം എന്ന ശ്മശാനത്തിന് പേരിട്ടത്. എല്ലാവരും അന്തി ഉറങ്ങാൻ പോകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ തലപ്പാരൂര്, അതിന് പേരിട്ടത് ജയൻ ബാബു മേയറായിരുന്ന കാലത്ത് സാറേ ഒരു പേര് വേണമല്ലോ. അത് വീട്ടിൽ വന്നിട്ടല്ല, ഞങ്ങൾ മോർണിംഗ് വാക്കേഴ്സായിരുന്നു. അത് കുറേ വർഷങ്ങളായല്ലോ. അപ്പോൾ ജയൻ ബാബു എന്നെ പിടിച്ച് നിർത്തി. ഞാൻ വിചാരിച്ചേടാ ജയൻ ബാബു എന്നെ എന്തിനാണ് പിടിച്ച് നിർത്തുന്നത്, ഞാൻ ഇയാളെ ഇന്ന് കാശൊന്നും കടം വാങ്ങിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു സാറേ നമുക്ക് ഇങ്ങനൊരു സംഗതിയുണ്ട്. അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എല്ലാവരും ഇവിടെ പോകുന്നു എല്ലാവരും എന്ന് പറഞ്ഞ് ആശാൻ എഴുതിയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് എനിക്ക് തോന്നിയത് ആ പേരാണ്. ആ പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നു. പറയാൻ ഇഷ്ടമില്ലാത്ത പേരായതുകൊണ്ട്, നല്ല സംസ്കൃത വാക്കൊക്കെ ആണെങ്കിലും പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ അവസാനം എല്ലാവരും അവസാനം പോകേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് ഒരു ഇപ്പം അങ്ങോട്ട് ചെന്നിരുന്ന ഉടനെ തന്നെ എൻ്റെ വൈഫിന് ഫോൺ വന്നു തുടങ്ങും. ഞങ്ങളുടെ ഒരു വീടിന് പേരിട്ട് തരണം, ഒരു കൊച്ചിന് പേരിട്ട് അത് ദയവായിട്ട് പേരിട്ട് കൊടുക്കുന്നതല്ല എന്ന് കൂടി പറയാം. കാരണം സഹിക്കാൻ നിങ്ങൾ അറിയില്ല, സഹിക്കാനൊക്കില്ല. പുതിയ കവിതയ്ക്ക് പേരിട്ടാൽ മതി സാറ്. ഗുലാം അലിക്കെതിരായ അസഹിഷ്ണുത നിലനിൽക്കുമ്പോൾ തന്നെയാണ് സോളാർ കമ്മീഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിപ്പിച്ചിരിക്കുന്നതും. സരിത മുതൽ ബിജു രാധാകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ച വരെയുള്ളവ ഉമ്മൻചാണ്ടി കമ്മീഷന് മുന്നിൽ വിസ്തരിക്കേണ്ടി വരുമത്രേ. വിസ്താരം നടക്കട്ടെ. വിസ്തരിച്ചുള്ള വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.